നമുക്കൊരു എല്ല് പൊട്ടിയാൽ അത് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ കൂടി വരും. അതുപോലെ തൊലിപ്പുറത്ത് മുറിവുണ്ടെങ്കിൽ അത് താൻ ഉണങ്ങി വരും. ലിവർ പോലും 75% കേടുവന്നാലും അത് സ്വയം റിപ്പയർ ചെയ്ത് നോർമലായിട്ട് വരും. എന്നാൽ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ഒരു കാരണവശാലും അതിന് സ്വയം റിപ്പയർ ചെയ്യാനേ സാധിക്കില്ല. അത് ഹൃദയത്തിലെ മാംസപേശികളാണ്. കാർഡിയോ മയോസൈറ്റ്സ് എന്നാണ് അതിന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 100 ലോറിയായിട്ട് ഒരു യാത്ര തുടങ്ങുന്നതായിരിക്കാം. അതിലെ ഒരു ലോറി കേടുവന്നാൽ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി 99 ലോറി കൊണ്ട് വേണം യാത്ര തുടരാൻ. പിന്നെ ഒന്നും കൂടി കേടുവന്നാൽ 98 ലോറി, 97 ലോറി, അങ്ങനെ നമ്മുടെ ജീവിതകാലത്തേക്ക് പിന്നീട് നമുക്കൊരു പുതിയ ലോറി കിട്ടൂല. എന്നാൽ ലിവർ അങ്ങനെയല്ല. ലിവർ ഒരു ലോറിന്റെ ഫാക്ടറി പോലെയാണ്. 100 ലോറിയായിട്ട് യാത്ര തുടങ്ങി, ഒരു ലോറി കേടുവന്നാൽ പുതിയ ലോറി എത്തുകയാണ്. 10 കേടുവന്നാൽ 10 പുതിയ ലോറി ലിവർ ഉണ്ടാക്കി തരും. എന്തുകൊണ്ടാണ് ഹൃദയമാംസപേശികൾ സ്വയം റിപ്പയർ ചെയ്യാത്തതും ഡിവൈഡ് ചെയ്തിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാവാത്തതും? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ഇലക്ട്രിസിറ്റിയുടെ ചലനത്തെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഒരു കാരണവശാലും ഹൃദയമാംസപേശികൾ നശിക്കാൻ നമ്മളൊരു സാഹചര്യം കൊടുക്കരുത്. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വയം ഉണ്ടാവില്ല. അവിടെയാണ് അറ്റാക്ക് സമയത്തോ അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് വരുമ്പോഴോ കൃത്യസമയത്ത് ചികിത്സ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം. അറ്റാക്ക് വരുന്ന ഒരു വ്യക്തി ഓരോ മിനിറ്റിലും 2 ബില്യൺ കോശങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറൊക്കെ വൈകിട്ടാണ് ആശുപത്രിയിൽ എത്തുന്നതെങ്കിൽ എത്രത്തോളം കോശങ്ങൾ പെർമനന്റ് ആയിട്ട് ഹൃദയത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്നതും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നതും. ഹാർട്ടിൽ ബ്ലോക്ക് വന്ന് ഹാർട്ടിന്റെ മാംസപേശികൾ നശിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മാംസപേശികളെ പൊന്നുപോലെ നോക്കണം. ഒരു കാരണവശാലും ഹാർട്ടിന്റെ ചികിത്സ വൈകിക്കാൻ പാടില്ല.